നമ്മുടെ അമ്മമാരുടെയും വീട്ടിലെ അടുക്കളയൊക്കെ കൈകാര്യം ചെയ്യുന്നവരുടെയൊക്കെ വലിയ ആഗ്രഹമാണ് വീടിൻ്റെ മുമ്പിലോ മുറ്റത്തോ അടുക്കളയുടെ ചുറ്റുപാടും ഒക്കെ ഒരു കറിവേപ്പ് വളർന്നു കിട്ടാനായിട്ടേ. കറിവേപ്പ് പിടിച്ചു കിട്ടാൻ വളരെ പാടാണ്. ഈ കറിവേപ്പിൻ്റെ തണ്ട് കണ്ട മൂത്തതാണ്, പക്ഷേ അത് നമ്മൾ ഒടിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഉണങ്ങി വരികയാണെന്ന് തോന്നണു. മാത്രമല്ല ഒടിച്ചു കൊടുത്താൽ തണ്ട് രണ്ടായിട്ട് കീറിപ്പോവും. അങ്ങനത്തെ തടിയാണ് കറിവേപ്പിനുള്ളത്. ഇവിടെയൊക്കെ രണ്ടായിട്ട് കീറി പൊളന്ന് കിടക്കുക. അതിലൂടെയൊക്കെ വെള്ളം ഇറങ്ങി ആ കറിവേപ്പ് നശിക്കും. നമുക്ക് ലെയർ ചെയ്ത് വളർത്താൻ പാകത്തിനുള്ള വേരുള്ള തണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കാണാം. ആദ്യം നല്ല പച്ച തണ്ട് കണ്ടെത്തണം. എന്നിട്ട് ഇതുപോലെ ഒരു 5 സെൻറ്റിമീറ്റർ നീളത്തിൽ അതിൻ്റെ ബാർക്ക് അല്ലെങ്കിൽ തൊലി അങ്ങോട്ട് ചെത്തിക്കളയണം. ചെത്തിയല്ല, ഇങ്ങനത്തെ കത്തി കൊണ്ട് അടർത്തി കളഞ്ഞാൽ മതി. ഇപ്പോൾ ഫാമുകളിലും മാർക്കറ്റിലുമൊക്കെ കറിവേപ്പിൻ്റെ തൈ കിട്ടും. പക്ഷെ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അത് കഴിയുമ്പോൾ വാടിയും പോവും. നമ്മൾ അതിൻ്റെ പോളിത്തീൻ കവറൊന്ന് മാറ്റിയിട്ട് നട്ടുപിടിപ്പിക്കാൻ നോക്കിയാൽ ഒരിക്കലും കിളിച്ച് കയറി വരികയില്ല. ഇതൊക്കെ ഒരു സമയത്ത് ഒത്തു കിട്ടിയാൽ ഒത്തു എന്നേ ഉള്ളൂ. കറിവേപ്പിൻ്റെ തണ്ടയിൽ വേര് പിടിപ്പിക്കുന്ന ടെക്നിക്കൊക്കെ നമുക്കൊക്കെ വീട്ടിൽ ചെയ്യാം. വളരെ സിമ്പിളാണത്. നമുക്കൊക്കെ കറിവേപ്പ് വളർത്തിയെടുക്കാനായിട്ട് ഭയങ്കര പാട്. പക്ഷേ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം കറിവേപ്പില കിട്ടും. കണ്ട തണ്ടേന്ന് തൊലി ക്ലീനായിട്ട് മാറ്റി നമുക്ക് കുറച്ച് ചകിരി എടുത്ത് അത് ഒരുക്കിയെടുക്കണം എന്ന് വെച്ചാൽ ഓരോന്നായിട്ട് ഫൈബേഴ്സ് വേർപെടുത്തി എടുക്കുന്ന പോലെ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കണം. ചകിരി ഇപ്പം പുതിയതാവണമെന്നൊന്നുമില്ല. തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ കിടപ്പുണ്ടാവും പഴയ ചകിരിയൊക്കെ. അതൊക്കെ എടുത്ത് ഇതുപോലെ ഒന്ന് ഒരുക്കിയാൽ മതി. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് നല്ല വളക്കൂറുള്ള കുറച്ച് മണ്ണ് വേണം, ചാണകമൊക്കെ അടങ്ങിയിട്ടുള്ളത്. പിന്നെ പൊതിഞ്ഞ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 വള്ളി പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി എടുത്താൽ മതി. പിന്നെ മഴയും മറ്റുമൊക്കെ വന്ന് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മണ്ണ് ഒഴുകിപ്പോകാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ റോളും കൂടി എടുത്തോണം. ഈ കാണുന്ന പോലെ ചകിരി എടുത്തിട്ട് പരത്തിയിട്ട് അതിലേക്ക് ഈ മണ്ണ് പ്രോട്ടീൻ മിക്സ്ചറാണ്. അത് 1-1.5 പിടിയോ അങ്ങ് ഇട്ട് അതുപോലെ നികത്തണം. ഇനിയാണ് ഈ പ്രോസസ്സിൻ്റെ മെയിൻ ഘട്ടം. പൊതിഞ്ഞ് മണ്ണുമായിട്ട് പതുക്കെ നമ്മൾ തൊലി മാറ്റിയിട്ടുള്ള ആ തണ്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടേ വെക്കണം. എന്നിട്ട് പതുക്കെ ആ തൊലി പോയിടത്തേക്ക് കറക്റ്റായിട്ട് ചുറ്റി അങ്ങോട്ട് വെച്ച് കൂട്ടത്തിലങ്ങ് പിടിച്ചു വെക്കണം. മണ്ണ് താഴെ പോവല്ല്. 2 അറ്റവും മുകളും താഴെയും കണ്ട അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി കൊണ്ടൊന്ന് കെട്ടിക്കൊടുക്കണം. കട്ട് ചെയ്ത് പോയ തൊലിയുടെ അറ്റത്തുനിന്ന് വേരുകൾ പിടിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ഈ മണ്ണും ചകിരിയൊക്കെ നല്ലതാണ്. വളക്കൂറുള്ളത് കൊണ്ട് കൂടുതൽ വേരുകൾ വളരുകയും ചെയ്യും. അങ്ങനെ പോട്ടി മിക്സ്ചർ ചകിരി ഒക്കെ വെച്ച് വലിച്ച് നല്ല ഉറപ്പായിട്ട് കെട്ടിയിട്ടുണ്ട്. 2 അറ്റവും പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി കൊണ്ട് കെട്ടി. ഇനിയും മണ്ണൊന്നും താഴെ പോവില്ല. പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ല. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നനഞ്ഞ് മണ്ണ് പോകാതിരിക്കാനായിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് നമ്മൾ എടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മഴ നനഞ്ഞ് പോകാതിരിക്കാനും കെട്ടഴിഞ്ഞ് പോകാതിരിക്കാനൊക്കെ ആയിട്ട് ഈ പ്ലാസ്റ്റിക് പതുക്കെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് ചുറ്റി കൊടുക്കുക. കുറച്ച് മുറുക്കി ചുറ്റണം എന്ന് വെച്ചാൽ വെള്ളമൊന്നും അതിനകത്തൂടി ഓടി വന്ന് ഇറങ്ങരുത്. കട്ട് ചെയ്തെടുത്ത പ്ലാസ്റ്റിക് തീരും വരെ നല്ല മെനക്ക് ചുറ്റിക്കും. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ബഡ് ചെയ്യുന്നതിനും ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനും ഒക്കെ ചുറ്റി വിടുന്നത്. അതിനൊക്കെ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് പ്രത്യേകം കിട്ടും. ബഡിങ്ങിലും ഗ്രാഫ്റ്റിങ്ങിലും ലെയറിങ്ങിലും ഒക്കെ ടൈറ്റായിട്ട് കെട്ടണം. മാത്രമല്ല എയർ അധികം കയറണ്ട, അതുപോലെ വെള്ളവും കയറാൻ പാടില്ല. അങ്ങനെ വേണം കെട്ടാൻ. ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതുപോലെ നമ്മളുടെ പ്ലാസ്റ്റിക് വള്ളി ഉപയോഗിച്ച് മുകളും താഴെയും കെട്ടിക്കൊടുക്കുക. ടൈറ്റായിട്ട് കെട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ബാർക്ക് അല്ലെങ്കിൽ തൊലി ചതഞ്ഞു പോകാത്ത രീതിയിൽ വേണം കെട്ടാനായിട്ട്. ഇപ്പം മഴക്കാലമാണ്, ധാരാളം ഇലച്ചിലൊക്കെ വരുന്ന സമയമാണ്, വേര് പിടിക്കുന്ന സമയമാണ്. ഈ സമയത്താണ് നമ്മൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യേണ്ടത്. കറിവേപ്പിന് കുറച്ച് ദിവസം കൂടുതൽ എടുക്കുമെങ്കിലും 2 ആഴ്ച കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. വേര് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക്, അതായത് തൊലി ചെത്തിക്കളഞ്ഞ സ്ഥലത്ത് കത്തി ഉപയോഗിച്ച് തണ്ട് പകുതി കട്ട് ചെയ്യുക. വീണ്ടും 2 ആഴ്ച കഴിയുമ്പോൾ ആ തണ്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി നടാം. വീട്ടമ്മമാർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. കൃഷിയിലെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഈ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.